ഹായ് ഓൾ, എന്തൊക്കെയുണ്ട്? സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ആക്ച്വലി 2 days ആയിട്ട് ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ ആണ്. മെയ് 24-ാം തീയതിയാണ് ഇത് ഞാൻ ആക്ച്വലി ഷൂട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ 24-ാം തീയതി സ്റ്റാർട്ട് ചെയ്താലും എൻഡ് ചെയ്തപ്പം 26-ാം തീയതിയായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് 2 days ആയിട്ട് ഷൂട്ട് ചെയ്തെടുത്ത വീഡിയോ ആണെന്ന്. 25-ന് സച്ചുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അന്നത്തേക്കിന് വേണ്ടി കേക്കിന് പകരം ഒരു ചെറിയ പുഡിങ് ഞാനായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷനാണ് ഈ കാണുന്നത്. സത്യത്തിൽ അന്ന് ഉച്ചയ്ക്ക് ആൾ നമ്മളുടെ അടുത്ത് വന്നായിരുന്നു ജോലിയുടെ ഇടയ്ക്കൊന്ന്. പക്ഷേ എന്തോ ഭാഗ്യത്തിനൊന്നും മനസ്സിലായില്ലായിരുന്നു. വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും ആൾ വന്നു. അപ്പോൾ ആൾ ഫ്രഷ് ആകാൻ പോയ സമയത്ത് ഞാൻ ചെറിയ രീതിയിൽ ഞാൻ ഉണ്ടാക്കി വെച്ച പുഡിങ്ങൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് ആൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ ഈ കാണുന്നത്. നമ്മളിപ്പോൾ കേക്ക് മുറിക്കുന്നു. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മെയ് 25-നാണ് ബർത്ത്ഡേ എങ്കിലും മെയ് 24 10 എങ്ങാണ്ട് ആയപ്പോഴത്തേന് തന്നെ നമ്മൾ കേക്ക് മുറിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളിപ്പോൾ കേക്ക് മുറിക്കുന്നതെന്ന്. അത് വേറൊന്നുമല്ല, കുഞ്ഞും കൂടെ ഉള്ളപ്പോഴത്തേനും കേക്ക് മുറിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കുറച്ചുകൂടെ ലേറ്റ് ആകുമ്പോൾ അവൻ കിടന്നുറങ്ങില്ലേ, അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ അങ്ങ് മുറിച്ചേക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. ഈ കേക്ക് എന്നൊക്കെ പറയുമ്പോഴത്തേനും വലിയ കേക്കാന്ന് വിചാരിക്കല്ലേ, ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു ചെറിയ പുഡിങ്ങാണ് നമ്മളന്ന് കേക്കിന് പകരം കട്ട് ചെയ്തത്. അന്ന് പിന്നെ വേറെ ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇതുപോലെ ഒരുമിച്ചിരുന്ന് അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്ന് ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു ഡിയർ അപ്പ. അതിനുശേഷം ഡിന്നർ ടൈമായിട്ട് ഡിന്നറും കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അങ്ങനെ പോയി കിടന്നങ്ങ് ഉറങ്ങി. പിന്നെ പിറ്റേ ദിവസം, അതായത് മെയ് 25, ശരിക്കും ബർത്ത്ഡേ മെയ് 25-നാണ്. അന്ന് സച്ച് പ്ലാൻ ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫാമിലിയായിട്ട് പുറത്ത് പോയിട്ട് എന്തെങ്കിലും ഫുഡ് മേടിച്ച് കഴിക്കാം. ഇത്തവണ അങ്ങനെ വലിയ ആർഭാടമായിട്ട് ആഘോഷിക്കൊന്നും വേണ്ട എന്ന് സച്ചു തന്നെയാണ് പറഞ്ഞത്. ഈ ആർഭാടമായിട്ട് ആഘോഷിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വർഷവും നമ്മൾ വലിയ ഗ്രാൻഡായിട്ട് വലിയ പാർട്ടിയൊക്കെ നടത്തി ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നു എന്നല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വലിയ ഗിഫ്റ്റുകളൊന്നും വാങ്ങിച്ചു കൊടുക്കാതെ വളരെ ലളിതമായിട്ട് ഒരു ഡേ സ്പെൻഡ് ചെയ്യാമെന്നാണ് നമ്മൾ പിന്നെ. അപ്പോൾ അതുകൊണ്ട് 25-ന് സച്ചുവിൻ്റെ പ്ലാൻ പ്രകാരം നമുക്ക് പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാമെന്നായിരുന്നു. നമ്മൾ വെല്ലിംഗ് റോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത്. സോ അവിടുന്ന് നമുക്ക് ലൂട്ടൻ പോകാമെന്നായിരുന്നു ആദ്യം ഡിസൈഡ് ചെയ്തത്. അപ്പോൾ അതിനുവേണ്ടി പെട്ടെന്ന് തന്നെ നമ്മളെല്ലാവരും റെഡി ആവുകയും ചെയ്തു. ആദ്യമേ തന്നെ ഒരു ഡിസ്ക്ലെയിമർ പറഞ്ഞോട്ടെ, ഇത് ഷൂട്ട് ചെയ്ത സമയത്ത് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പക്ഷേ എഡിറ്റ് ചെയ്തപ്പോഴത്തേക്കിനുമാണ് ഈ ഒരു ഷോട്ടിൽ ലൈറ്റ് ഇച്ചിരി കൂടി പോയതായിട്ട് എനിക്ക് ഫീലായത്. അതൊന്ന് ഇഗ്നോർ ചെയ്തേക്കണേ. അതിനുശേഷം നമ്മൾ റെഡിയായതിന് ശേഷം കണ്ണാടിയുടെ മുന്നിൽ ഇങ്ങനെ ഒരു പോസും ഫോട്ടോയും അത് മസ്റ്റാണ്. അങ്ങനെ കുറേ ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ ലൂട്ടനിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. എവിടെയായിട്ട് കഴിക്കാൻ അല്ല, അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ തൽക്കാലത്തേക്കിന് മെക്ഡിന്നുണ്ടെങ്കിലും. ഓക്കെ, ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഭയങ്കര ഡിസ്റ്റർബൻസും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കാറിൽ പാട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചാണ് ഞാനിപ്പോൾ ഇതുപോലെ ഇനി വോയിസ് ഓവർ ചെയ്യുന്നത്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാൻ ചോദിക്കുന്നുണ്ട് നമ്മളുടെ പ്ലാൻ എന്താണെന്ന്. അപ്പോൾ ഈ ലൂട്ടനിലാന്ന് പറഞ്ഞാൽ ലൂട്ടനിൽ എക്സാക്റ്റ് എവിടെയാണെന്ന് സച്ചുവിന് അറിയത്തില്ല. അപ്പോൾ നമ്മൾ താമസിക്കുന്നിടത്തു നിന്ന് അങ്ങോട്ട് വരെ എന്തായാലും ഒരു 2 hours ഉണ്ടാവും. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ ഫുഡൊന്നും ഇതുവരെ കഴിച്ചില്ലായിരുന്നു. അപ്പോൾ ആദ്യം ലൈറ്റായിട്ട് കഴിക്കാനായിട്ട് നമുക്ക് മെക്ഡിയിൽ പോകാം, പിന്നെ അതിന് ശേഷം ലൂട്ടനിലോട്ട് പോകാം എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഹാരു ആണെങ്കിൽ പാല് കുടിച്ച് കഴിഞ്ഞിട്ട് അവനെ ഞാനിങ്ങനെ കാർ സീറ്റിൽ ഇരുത്തിയായിരുന്നു. അവന് സീനൊന്നുമില്ല. അവൻ ആദ്യമേ തന്നെ കാർ സീറ്റിൽ ഓക്കെയാണ്. അതെല്ലാമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു കുഞ്ഞും കൂടിയാണെന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ഞാൻ നല്ലപോലെ എനിക്ക് ഭയങ്കരമായിട്ട് വിശപ്പ് വന്നു തുടങ്ങിയായിരുന്നു. എന്തെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ അവിടെ ഇരുന്നത്.
അതിൻ്റെ ഫേസിൽ നിന്ന് നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റും. നമ്മൾ രണ്ടുപേരും കൂടെ ഓരോ റാപ്പ് വെച്ചാണ് മേടിച്ചത്. പിന്നെ കുടിക്കാനായിട്ട് പൈനാപ്പിൾ സ്പ്രൈറ്റ് എന്ന് പറയും. ഞാൻ ആദ്യമായിട്ടാണ് കുടിക്കുന്നത്. കുഴപ്പമില്ല, പൈനാപ്പിൾ ജ്യൂസിനകത്ത് സ്പ്രൈറ്റ് ഒഴിച്ച് തരുന്ന ഒരു ഫീല് അത്ര തന്നെ. നമ്മൾ ടേക്ക് അവേ ആയിരുന്നു, കാരണം കുഞ്ഞുള്ളത് കൊണ്ട് നമ്മൾ അകത്തോട്ട് കയറി ഫുഡ് കഴിക്കാൻ പോയില്ല. പിന്നെ സ്ട്രോളറും അതും ഇതും എല്ലാം എടുത്ത് പുറത്തോട്ട് വരണ്ടേന്ന് ഓർത്തിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. അതിനുശേഷം പിന്നെ ഞാൻ എനർജറ്റിക്കായി കുറച്ച് ഇതുപോലത്തെ ഷോട്ടൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ലൂട്ടൺ പ്രോഗ്രാം ക്യാൻസൽ ചെയ്ത്. ഓക്കെ, അപ്പോൾ നമ്മൾ ലൂട്ടനിൽ പോകാനായിരുന്നു പ്ലാൻ. പക്ഷെ ലൂട്ടനിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളത് ക്യാൻസൽ ചെയ്തു. അത് വേറൊന്നുമല്ല, ഇന്നെന്താ ബാങ്ക് ഹോളിഡേ ആണ്. പിന്നെ മൺഡേ പൊതുവേ ഇവിടെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഓഫ് ആയിരിക്കും. അതെ, അപ്പോൾ അത് നമ്മൾ ഓർത്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് മൺഡേ ആണെന്നുള്ളൊരു കാര്യം നമ്മൾ വിട്ടുപോയായിരുന്നു. അപ്പോൾ ചുമ്മാതെ സച്ചു എന്താ പറഞ്ഞാൽ നമുക്കൊന്ന് വിളിച്ച് നോക്കാൻ വിചാരിച്ച് വിളിച്ച് നോക്കിയപ്പോഴത്തേക്കാണ് ഇന്ന് ഓഫാന്ന് പറഞ്ഞത്. പിന്നെ ലൂട്ടൻ എന്ന് വെച്ചാൽ നമ്മൾ ഷവായി കഴിക്കണം വിചാരിച്ചിട്ടാണ് ലൂട്ടനിൽ പോകാമെന്ന് വിചാരിച്ചത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് അത് ക്യാൻസൽ ചെയ്തിട്ട് നമ്മുടെ അടുത്ത് തന്നെ ഉള്ളൊരു റെസ്റ്റോറൻറ്റിൽ പോയി എന്നാൽ ഫുഡ് കഴിക്കാമെന്നിപ്പോൾ പ്ലാൻ ചെയ്യുന്നു. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ നേരെ നോർത്താംപ്ടണിലോട്ട് പോയിക്കൊണ്ടിരിക്കുക അല്ലേ? നോർത്താംപ്ടണിലാണ്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നമ്മളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഓൾറെഡി ഓർഡർ പ്ലേസ് ചെയ്തിട്ട് 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ സച്ച് ഫുഡ് മേടിക്കാൻ പോയി കഴിക്കാമെന്ന് വിചാരിച്ചായിരുന്നു ആദ്യം. പക്ഷേ ഇപ്പോൾ പോയി കഴിക്കാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുള്ളത് കൊണ്ട് അവനാണെങ്കിൽ ഇച്ചിരി ബഹളം തുടങ്ങി. അപ്പോൾ നമ്മൾ ഓർത്ത് തന്നെ ഫുഡ് മേടിച്ചിട്ട് ബഹളം തുടങ്ങി എന്ന് പറഞ്ഞത് കറക്റ്റായിരുന്നു. അത് ഞാൻ പറഞ്ഞു തീർക്കാൻ അവൻ സമ്മതിച്ചില്ല. അപ്പോഴേക്കും അവൻ ഭയങ്കരമായിട്ട് ബഹളം വെച്ച് തുടങ്ങിയായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഫുഡ് ടേക്ക് അവേ ആയിരുന്നു അവിടെ നിന്നും. മെയിനായിട്ട് ഹാരുവിനെ ഓർത്തിട്ട് തന്നെയാണ്. അവനുമായിട്ട് ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അവിടെ നിന്ന് കഴിക്കുക എന്നുള്ള അത്രയും കോൺഫിഡൻസ് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേർക്കും വന്ന് തുടങ്ങിയിട്ടില്ല. പിന്നെ ഈ ചൂടുള്ളത് കൊണ്ടായിരിക്കാം കുഞ്ഞും ഒരിച്ചിരി ബഹളമൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് മെയിനായിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാതെ അത് ടേക്ക് അവേ ചെയ്തത്. പിന്നെ നമുക്ക് കുറച്ച് ഗ്രോസറി ഐറ്റംസ് വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ വരുന്ന വഴിക്ക് ഒരു ഗ്രോസറി ഷോപ്പിൽ കയറിയിട്ട് നമ്മൾ ഇതുപോലെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാണ് വന്നത്. സത്യം, പിന്നെ ഞാൻ ഒരെണ്ണത്തിനകത്ത് തന്നെ വെച്ചു, സെറ്റ് ചെയ്തു. താങ്കൾ അത് ശ്രദ്ധിച്ചായിരുന്നോ ആവോ? ഇത് നമ്മൾ ഗ്രോസറി മേടിക്കുന്ന സമയത്ത് ബില്ലിംഗ് ടൈമിൽ നമ്മൾ രണ്ടും കൂടെ ഓരോ കവറും പിടിച്ചിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു കവറിനകത്ത് തന്നെ മാക്സിമം പൊള്ളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നേരം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ അതിന് ശേഷം മേടിച്ചുകൊണ്ട് വന്ന് ഫുഡ് കഴിക്കാനിരുന്നു. ഫുഡ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓർഡർ ചെയ്തത് പൊതി ചിക്കൻ ബിരിയാണിയും സച്ചു ഓർഡർ ചെയ്തത് പൊതി പൊറോട്ടയായിരുന്നു. കുഴപ്പമില്ല, നല്ല ടേസ്റ്റൊക്കെ ആയിരുന്നു. UK-യിലുള്ള മലയാളികൾക്ക് ഇങ്ങനെ കിട്ടുന്നത് തന്നെ വലിയ വലിയ ഭാഗ്യം തന്നെയാണ്. അതുകൊണ്ട് നമ്മളത് നല്ല രീതിയിൽ ആസ്വദിച്ച് തന്നെയായിരുന്നു കഴിച്ചത്. പിന്നെ നമ്മൾ രണ്ടുപേരാണെങ്കിലും കഴിക്കുന്ന സമയത്ത് കുഞ്ഞിനെ ഇതുപോലെ നമ്മുടെ അടുത്ത് തന്നെ ഇരുത്തും, അല്ലെങ്കിൽ അവൻ ഒരുപാട് മാറിയിരിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുക. നമുക്ക് രണ്ടുപേർക്കും പറ്റത്തില്ലാത്തതുകൊണ്ടാണ് നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് തന്നെ അവൻ്റെ സ്ട്രോളറും വെച്ചിട്ട് നമ്മളിങ്ങനെ ഇരുന്ന് കഴിക്കുന്നത്. അതാകുമ്പോൾ നമ്മുടെ അടുത്ത് തന്നെ കുഞ്ഞുണ്ടെന്നുള്ളൊരു ഫീലും നമുക്കുണ്ടാവും. ഇതിപ്പോൾ പിറ്റേ ദിവസമായി. ഇപ്പം എന്താ ഈ ഒരു വീഡിയോ ആയിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഫുഡും കഴിച്ച് കുറച്ച് നേരം അങ്ങ് ഇരുന്നിട്ട് അങ്ങനെ അങ്ങ് കിടന്നുറങ്ങി. അല്ലാതെ ഒരു വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്താ വെച്ചാൽ ഓഫ് കോഴ്സ് നമ്മുടെ കുഞ്ഞു കൂടെ ഉള്ളത് കൊണ്ട് സ്പെഷ്യലായിരുന്നു. അപ്പോൾ അത് തന്നെ വലിയ ഗിഫ്റ്റായിരുന്നു. അതുകൊണ്ട് വലിയ എക്സ്പെൻസീവ് ഗിഫ്റ്റുകളൊന്നും ഇത്തവണ നമ്മൾ അങ്ങനെ വാങ്ങിച്ചില്ല. നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസിൻ്റെ അകത്തിരുന്നുകൊണ്ടുള്ളൊരു ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ നമ്മളവിടെ പോയി തിരിച്ച് വന്ന് ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. ഡിന്നർ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള ക്വാളിറ്റി ടൈം കഴിഞ്ഞിട്ട് അങ്ങനെ കയറി കിടക്കുമായിരുന്നു. അപ്പോൾ രാത്രി ആയപ്പോഴും പിന്നെ വേറെ എന്താ വീഡിയോ എടുക്കാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞ് ഭയങ്കര ടയേർഡായിട്ട് അവനും പിന്നെ ഉറങ്ങാൻ വേണ്ടിയുള്ള ഒരു ബഹളമൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പിന്നീട് സച്ചുവായിട്ട് നിന്നൊരു വീഡിയോ എടുക്കാനോ ഒന്നും പറ്റാഞ്ഞത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരേക്കും ബൈ.